ഇനി അടുത്ത സെഷനാണ് CUT PG 2024 കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 5th സെഷനിലാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ പ്ലോട്ട് ഓഫ് ദി log K വേഴ്സസ് 1/T ഓഫ് എ റിയാക്ഷൻ ഈസ് ലീനിയർ വിത്ത്. അപ്പോൾ അരീനിയസ് ഇക്വേഷൻ വെച്ചിട്ട് അരീനിയസ് ഇക്വേഷൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ K = A(e⁻⁻ ആ അരീനിയസ് ഇക്വേഷൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ദാറ്റ് ഈസ് K is equal to A(e⁻⁻ അതാണ് അരീനിയസ് ഇക്വേഷൻ പറയുന്നത്. ആ ഇക്വേഷന് അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ K = A(e⁻⁻ അവിടെ നമ്മൾ ലോഗ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക log K = log A മൈനസ് EA/RT എന്നാണ് വരിക. അപ്പോ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ലോഗ് എടുക്കുമ്പോൾ അവിടെ ഒരു ഇന്റർസെപ്റ്റും ഉണ്ടാവും മൈനസ് EA/RT. മൈനസ് എന്ന് പറയുന്ന ആക്ടിവേഷൻ എനർജിയാണ്. അവിടെ സ്ലോപ്പ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. കാരണം അരീനിയസ് ഇക്വേഷനിൽ എക്സ്പോണൻഷ്യലിന് ഒരു നെഗറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് അവിടെ നമ്മൾ ലോഗ് എടുക്കുമ്പോൾ ആ ഗ്രാഫിൽ വരുന്ന സ്ലോപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. പിന്നെ log A എന്ന് പറയുന്നത് ln A എന്ന് പറയുന്നതായിരിക്കും അവിടുത്തെ ഇന്റർസെപ്റ്റ്. അത് ഒരിക്കലും ഒരു നോൺ സീറോ വാല്യൂ ആയിരിക്കില്ല. അരീനിയസ് കോൺസ്റ്റന്റിന് എന്തായാലും ഒരു വാല്യൂ ഉണ്ടാവും. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫിന് നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും, നോൺ സീറോ ഇന്റർസെപ്റ്റും ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഓപ്ഷൻ 4 ആയിരിക്കും റൈറ്റ് ആൻസർ. അങ്ങനെ ഒരു ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് log K വേഴ്സസ് 1/T ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് സ്ലോപ്പ് ഉള്ള ഗ്രാഫ് ആയിരിക്കും കിട്ടുക. ആ ഗ്രാഫിന് ഒരു നോൺ സീറോ ഇന്റർസെപ്റ്റും അലോങ് ദി y ആക്സിസ് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അതാണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിലുള്ള റൈറ്റ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ സ്റ്റേറ്റ്മെന്റ് A, 1,2 addition reactions occurs faster as compared to 1,4 addition reaction, but 1,4 addition product is more stable. അപ്പോൾ ഇത് നമ്മൾ ബേസിക് ആയിട്ട് കാണണമെങ്കിൽ ജസ്റ്റ് നമ്മൾ ഒരു ഇലക്ട്രോഫൈല് ഒരു ബെൻസീൻ റിങ്ങിൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നത് കാണാം. അപ്പൊ നമുക്ക് ഓർത്തോ പ്രൊഡക്റ്റും ഉണ്ടാവും, പാരാ പ്രൊഡക്റ്റും ഉണ്ടാവും. അതായത് ഓർത്തോയിലും ഫോം ചെയ്യാൻ പറ്റും, പാരയിലും ഫോം ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ മനസ്സിലാക്കാം A സ്റ്റേറ്റ്മെന്റ് 1,2 റിയാക്ഷൻ ഒക്കേഴ്സ് ഫാസ്റ്റർ. അതായത് ഓർത്തോ പ്രൊഡക്റ്റ് പെട്ടെന്ന് ഫോം ചെയ്യും, പക്ഷെ 1,4 പ്രൊഡക്റ്റ് ആയിട്ടുള്ള പാരാ പ്രൊഡക്റ്റ് ആയിരിക്കും കൂടുതൽ സ്റ്റേബിൾ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് A റൈറ്റ് ആണ്. ദി ഫോർമേഷൻ ഓഫ് 1,2 പ്രൊഡക്റ്റ് ഇസ് കൈനറ്റിക് ഓർ റേറ്റ് കൺട്രോൾ. അതായത് കൈനറ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റിനെയാണ് നമ്മൾ കൈനറ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയാം. അതായത് അത് പെട്ടെന്ന് ഫോം ചെയ്യും, പക്ഷെ അതിന് കൂടുതൽ നേരം ലാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഇവഞ്ച്വലി തെർമോഡൈനാമിക് പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഫോർമേഷൻ ഓഫ് 1,2 പ്രൊഡക്റ്റ് ഈസ് കൈനറ്റിക് ഓർ റേറ്റ് കൺട്രോൾ. അത് കൈനറ്റിക് 1,2 പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കൈനറ്റിക് പ്രൊഡക്റ്റ് ആണ്, അത് റേറ്റ് കൺട്രോൾഡ് ആണ്. പിന്നെ ഫോർമേഷൻ ഓഫ് 1,4 പ്രൊഡക്റ്റ് ഈസ് തെർമോഡൈനാമിക് ഓർ ഇക്വിലിബ്രിയം കൺട്രോൾ. അപ്പൊ ഫൈനലി നമുക്ക് തെർമോഡൈനാമിക് പ്രൊഡക്റ്റ് ആണ് ഉണ്ടാവുക ഒരു റിയാക്ഷനിൽ. അതൊരു 1,4 പ്രൊഡക്റ്റ് ആയിരിക്കും, അത് ഇക്വിലിബ്രിയം കൺട്രോൾഡ് ആയിരിക്കും. അറ്റ് ലോ ടെമ്പറേച്ചർ ദി ഫോർമേഷൻ ഓഫ് 1,2 പ്രൊഡക്റ്റ് ഫോംസ് ഫ്രം അലൈഡ് കാറ്റയോൺ ഈസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ. അപ്പോൾ ഇതിലുള്ള ഫസ്റ്റ് 3 സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആൻസർ ആണ്. അതായത് 1,2 പ്രൊഡക്റ്റ് ആണ് ഫാസ്റ്റ് ആയിട്ട് ഫോം ചെയ്യുക, 1,2 പ്രൊഡക്റ്റ് കൈനറ്റിക് ഓർ റേറ്റ് കൺട്രോൾഡ് ആണ്, 1,4 പ്രൊഡക്റ്റ് തെർമോഡൈനാമിക് ഓർ ഇക്വിലിബ്രിയം കൺട്രോൾഡ് ആണ്. പിന്നെ അറ്റ് ലോ ടെമ്പറേച്ചർ 1,2 പ്രൊഡക്റ്റ് ഓഫ് അലൈൽ കാറ്റയോൺ ഈസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ. അതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഡി സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞത് റോങ് ആണ്. നമ്മളോട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. A, B and C ഓൺലി ആണ് ഇവിടുത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ SN1 ഉം SN2 റിയാക്ഷൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, SN1 റിയാക്ഷൻ is a unimolecular reaction with the first order kinetics, while SN2 reaction is a bimolecular reaction with the second order kinetics. അതൊരു റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. SN1 വിളിക്കുന്നത് തന്നെ ന്യൂക്ലിയർ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ വിത്ത് ഓർഡർ 1 ആണ് നമ്മൾ SN1 വിളിക്കുന്നത്. അപ്പൊ യൂണിമോളിക്കുലർ ആണ്. ന്യൂക്ലിയർ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ വിത്ത് ഓർഡർ 2 നമ്മൾ SN2 റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഇൻ SN2 the reaction proceeds through the formation of carbocation while SN1 does not. അതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം SN2 റിയാക്ഷനിൽ ബാക്ക്വേർഡ് അറ്റാക്ക് ആണ് നടക്കുക, അവിടെ ഒരു കാറ്റയോൺ ഫോർമേഷൻ ഒരിക്കലും നടക്കുന്നില്ല. അപ്പൊ ബി സ്റ്റേറ്റ്മെന്റ് അവിടെ റോങ് ആണ്.
പിന്നെ സി സ്റ്റേറ്റ്മെന്റ് SN2 is a stereo specific reaction, the product formed with inversion of configuration. So ആ സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. SN2 റിയാക്ഷൻ സ്റ്റീരിയോ സ്പെസിഫിക് റിയാക്ഷൻ ആണ്. കാരണം ഒരു ന്യൂക്ലിയോഫൈല് ലീവിംഗ് ഗ്രൂപ്പും ഉണ്ടാവും, ഒരു അറ്റാക്കിംഗ് ന്യൂക്ലിയോഫൈലും ഉണ്ടാവും. അപ്പോൾ ലീവിംഗ് ഗ്രൂപ്പിന്റെ ഫേസിൽ നിന്നല്ല അറ്റാക്ക് നടക്കുക, അതിന്റെ ഓപ്പോസിറ്റ് ഫേസിൽ നിന്നാണ്. അപ്പൊ അവിടെ ഒരു ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണ് നടക്കുക. അപ്പൊ SN2 റിയാക്ഷൻ, അപ്പൊ സി സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. SN2 ഒരു സ്റ്റീരിയോ സ്പെസിഫിക് ആണ്, അവരുടെ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണ് നടക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, SN1 റിയാക്ഷൻ ഈസ് ഫേവേർഡ് ഇൻ ദി പ്രസൻസ് ഓഫ് വീക്ക് ബേസ് ഓർ പുവർ ഇലക്ട്രോഫൈൽ. അതും ഒരു റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു വീക്ക് ബേസിന്റെയോ പുവർ ഇലക്ട്രോഫൈലിന്റെയോ പ്രസൻസിൽ SN1 റിയാക്ഷൻ മോർ ഫെസൈൽ ആയിരിക്കും. അപ്പോൾ നമ്മുടെ റൈറ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് A, C and D ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. കാരണം കാർബോകാറ്റോൺ SN1ന്റെ കേസിലാണ് ഉണ്ടാവുക, SN2ന്റെ കേസിൽ ഒരു കാർബോകാറ്റോൺ ഫോർമേഷൻ നടക്കുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി ഇലക്ട്രോൺ ഇൻ ദി PX ഓർബിറ്റൽ ഈസ്. ഒരു PX ഓർബിറ്റൽ എന്ന് പറയുന്നത് P ഓർബിറ്റൽ എന്ന് പറയുന്നത് ഡംബൽ ഷേപ്പ് ആയിരിക്കും. അങ്ങനെയുള്ള സ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾ പ്രോബബിലിറ്റി ഒരു ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി എങ്ങനെയായിരിക്കും എന്നാണ് പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്. So first statement 0 at the nucleus. Second statement, maximum on the two opposite side of the nucleus along the x-axis. C 0 at the z-axis. And D same on all sides of the nucleus. അപ്പോൾ ഫസ്റ്റ് നമ്മൾ PX ഓർബിറ്റലിന്റെ സ്ട്രക്ചർ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. along the x-axis രണ്ട് ലോബ്സ് ഉണ്ടാവും. അപ്പൊ അതിൽ ആ ലോബ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് തന്നെ പ്രോബബിലിറ്റി ഓഫ് ഇലക്ട്രോൺസിന്റെ പ്രോബബിലിറ്റി ആണ്. അതായത് ഒരു പോസിറ്റീവ് എക്സ് ആക്സിസിലും പോസിറ്റീവ് എക്സ് ആക്സിസിലും നെഗറ്റീവ് എക്സ് ആക്സിസിലും ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി കൂടുതലായിരിക്കും. പക്ഷെ ആ ന്യൂക്ലിയസിന്റെ സ്ഥലത്ത്, അതായത് സെന്ററിൽ 0 0 എന്ന് പറഞ്ഞ പോയിന്റിൽ ഇലക്ട്രോൺസിനെ കാണാനുള്ള പ്രോബബിലിറ്റി വളരെ കുറവായിരിക്കും PX ഓർബിറ്റലിന്റെ കേസ്. അപ്പോൾ പ്രോബബിലിറ്റി 0 അറ്റ് ദി ന്യൂക്ലിയസ്, അതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ മാക്സിമം ഓൺ ദി 2 ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ദി ന്യൂക്ലിയസ്, ആ ന്യൂക്ലിയസിന്റെ രണ്ട് സൈഡിലും പ്രോബബിലിറ്റി വളരെ കൂടുതലായിരിക്കും, അതും ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. PXന്റെ കേസിൽ Z ആക്സിസിലുള്ള പ്രോബബിലിറ്റി വളരെ കുറവായിരിക്കും. അതായത് അത് PXലാണ് ഇലക്ട്രോൺ ഉള്ളതെന്ന് വെച്ചാൽ Z ആക്സിസിൽ ഒരിക്കലും നമുക്ക് ആ പ്രോബബിലിറ്റി കാണാൻ പറ്റില്ല. അപ്പൊ 0 അറ്റ് Z ആക്സിസ് അതും റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ ഡി സ്റ്റേറ്റ്മെന്റ് സെയിം ഓൺ ഓൾ സൈഡ്സ് ഓഫ് ദി ന്യൂക്ലിയസ്, അതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ന്യൂക്ലിയസിന്റെ എല്ലാ സൈഡ്സിനും ഒരേപോലുള്ള പ്രോബബിലിറ്റി ആയിരിക്കില്ല PXലാണ് ഇലക്ട്രോൺ എങ്കിൽ. സോ നമ്മുടെ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് A, B and C ആണ്. D എന്ന് പറയുന്നത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 2 ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി യൂണിറ്റ് ഓഫ് വാണ്ടർവാൾസ് കോൺസ്റ്റന്റ് A ഈസ്. വാണ്ടർവാൾസ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള എയുടെ നമ്മൾ വാണ്ടർവാൾസ് കോൺസ്റ്റന്റ് എയുടെ യൂണിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. വോളിയം കറക്ഷൻ ഒക്കെ ഉണ്ട്, വാണ്ടർവാൾ കറക്റ്റ് ചെയ്ത ഇക്വേഷൻ. അപ്പൊ A എന്ന് പറയുന്ന ആ കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ പ്രഷറിന്റെ ടേമിൽ പ്രഷർ കറക്ഷന് വേണ്ടിയിട്ടാണ് ഈ A എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആഡ് ചെയ്തിട്ടുള്ളത്. സോ P + A n² / v² എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ടേം ആയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ രണ്ട് ടേമിനും സെയിം യൂണിറ്റ് ആയിരിക്കണം. അതാണ് ബേസിക് റൂള്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ ചെയ്താൽ ഈ A n² / v² എന്ന് പറയുന്ന ഹോൾ ടേമിന് പ്രഷറിന്റെ യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ A മാത്രം ഒരു സൈഡിലേക്ക് എടുക്കുമ്പോൾ A = PV² / n² എന്ന് കിട്ടും. അപ്പോൾ എയുടെ യൂണിറ്റ് നമ്മൾ കാണണമെങ്കിൽ ബാക്കിയുള്ളതിന്റെ യൂണിറ്റ് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ പ്രഷറിന്റെ യൂണിറ്റ് ആയിട്ടുള്ള ATM, പിന്നെ വോളിയം ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള DM³ ഒരു ലിറ്റർ എന്ന് പറയുന്നത് DM³ ആണ്. ഒരു ഡെസിമീറ്റർ ക്യൂബിനെയാണ് ഒരു ലിറ്റർ എന്ന് പറയുന്നത്. സോ ATM × DM³², വോളിയത്തിന്റെ സ്ക്വയർ എടുക്കണം, DM³ / മോൾ സ്ക്വയർ. n എന്ന് പറയുന്നത് മോൾ ആണ്. അപ്പൊ മോൾ സ്ക്വയർ എടുത്താൽ നമുക്ക് യൂണിറ്റ് ഓഫ് A കിട്ടുക ATM DM6 മോൾ റേസ്ഡ് ടു -2 ആണ്. അപ്പൊ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. DM6 ATM മോൾ റേസ്ഡ് ടു -2 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. ഒരു എനർജീസ് ആണ് നമ്മൾ തന്നിട്ട്, ഓരോ എനർജി എത്ര ആയിരിക്കും എന്നാണ് ലിസ്റ്റ് 1 തന്നിട്ടുള്ളത്. പിന്നെ അതിന്റെ വാല്യൂ എത്ര ആയിരിക്കും എന്നാണ് ലിസ്റ്റ് 2 തന്നിട്ടുള്ളത്. നമ്മൾ ഓരോന്നിന്റെയും വാല്യൂ എത്ര ആണെന്ന് കാണണം. സോ ഫസ്റ്റ് ഓപ്ഷൻ A
ദി എനർജി ഓഫ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹീലിയം He+. ഫസ്റ്റ് നമ്മൾ ഈ ഇക്വേഷൻ നോക്കാം. ഒരു ആറ്റത്തിന്റെ ഒരു ഇലക്ട്രോണിന്റെ എനർജി കാണാനുള്ള, ഒരു ആറ്റത്തിന്റെ എനർജി കാണാൻ, ഓരോ ഷെല്ലിലുള്ള എനർജി കാണാനുള്ള ഇക്വേഷൻ ആണ് E = -13.6 Z²/n² ഇലക്ട്രോൺ വോൾട്ട്. അത് ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇവിടെ Z എന്ന് പറയുന്നത് അതിന്റെ അറ്റോമിക് നമ്പർ ആണ്. N എന്ന് പറയുന്നത് ഏത് ഷെല്ലിന്റെ ആണോ കാണേണ്ടത് അതിന്റെ വാല്യൂ ആണ് N. അപ്പോ ഇവിടെ നമ്മൾ നോക്കുക, ദി എനർജി ഓഫ് ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് He+. ഒരു He+ന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഉള്ള എനർജി എത്രയായിരിക്കും? അപ്പൊ ഇവിടെ ഹീലിയം ആണ്. ഹീലിയത്തിന്റെ N വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. Z വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ N വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ -13.6 ഇൻറ്റു 2²/1² ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുക എന്റെ വാല്യൂ എന്ന് പറയുന്നത് -54.4 ആണ്. പിന്നെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി ഓർബിറ്റൽ ഓഫ് ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് H ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദി ഫസ്റ്റ് ഓർബിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പൊ ഹൈഡ്രജന്റെ കേസിൽ Z വാല്യൂ 1 ആണ്. N വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എനർജി കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് കിട്ടുക B = 2 ആണ്. പിന്നെ കൈനറ്റിക് എനർജി ഓഫ് ദി സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് He+. സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള കൈനറ്റിക് എനർജി എത്രയാണെന്നാണ് He+ ആറ്റത്തിന്റെ. അപ്പൊ C നമുക്ക് 1 ആയിട്ടാണ് കിട്ടുക, +6.04. അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. -13.6 ഇൻറ്റു 2² നമുക്ക് ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ കിട്ടും, +6.04. പിന്നെ അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് He+, അതായത് എനർജി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. അപ്പോൾ 54.4 ഇലക്ട്രോൺ വോൾട്ട് ആണ് കിട്ടുക. അപ്പോൾ ഓപ്ഷൻ A ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. Next question, calculate the wavelength associated with a proton moving at 1.0 into 10⁻³ meter per second. ഒരു പ്രോട്ടോൺ മൂവ് ചെയ്യാണ്, അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 1.0 into 10⁻³ meter per second ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വേവ് ലെങ്ത് എത്രയായിരിക്കും? അപ്പൊ നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലാംഡ = h/mv എന്ന് പറഞ്ഞ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ പ്ലാങ്ക് കോൺസ്റ്റന്റ് 6.6 into 10⁻³ ആണ്. മാസ് ഓഫ് എ പ്രോട്ടോൺ ഇസ് 1.6 into 10⁻27 കിലോഗ്രാം ആണ്. പിന്നെ ഇവിടെ തന്നിട്ടുള്ളത് വെലോസിറ്റി ഓഫ് ദി പ്രോട്ടോൺ മൂവിങ് ഇസ് 10⁻³ ആണ്. അപ്പൊ ജസ്റ്റ് ഇത് h/mv എന്ന് പറഞ്ഞ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലാംഡ വാല്യൂ കിട്ടുക 4 into 10⁻⁻10 മീറ്റർ ആണ്. ഇവിടെ നമുക്ക് ഓപ്ഷൻ തന്നിട്ടുള്ളത് നാനോമീറ്ററിലാണ്. അപ്പോൾ 10⁻⁻9 ആക്കുമ്പോൾ നമുക്ക് കിട്ടുക ഓപ്ഷൻ 0.40 നാനോമീറ്റർ ആണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, they identify the product in the following chemical reaction. അപ്പൊ ഇവിടെ തയോഫീന്റെ ബ്രോമിനേഷൻ ആണ് നടക്കുക. NBS എന്ന് പറയുന്നത് N-bromosuccinamide ആണ്. അപ്പൊ ഇവിടെ ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ വെച്ചിട്ടാണ് ബ്രോമിനേഷൻ നടക്കുക. ഓൺലി മോണോ ബ്രോമിനേഷൻ മാത്രമേ നടക്കുള്ളൂ, അത് ഓർത്ത് വെക്കാം. ഒരു സ്ഥലത്ത് മാത്രം 2 ബ്രോമിൻ തയോഫീൽ അറ്റാച്ച് ചെയ്യില്ല. പിന്നെ ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഉള്ളത് സെക്കൻഡ് പൊസിഷനിലാണ്, സൾഫറിന്റെ അടുത്തുള്ള പൊസിഷനിലാണ് ബ്രോമിനേഷൻ. ഫ്രീ റാഡിക്കൽ റിയാക്ഷൻസ് നടക്കുമ്പോൾ അവിടെയാണ് റിയാക്ഷൻ നടക്കുക. അപ്പൊ 4th ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ. സോ തയോഫീന്റെ മോണോ ബ്രോമിനേഷൻ ആണ് നടക്കുക. N-bromosuccinamide യൂസ് ചെയ്യുമ്പോൾ അത് ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ്, റിയാക്ഷൻ വഴിയാണ് റിയാക്ഷൻ നടക്കുക. അപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ നമുക്ക് റിയാക്ഷൻ നടക്കും സൾഫറിന്റെ അടുത്തുള്ള പൊസിഷനിൽ. അപ്പോൾ 4th ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ചാർജസ് ഓഫ് ദി കോമ്പൗണ്ട് യൂസ്ഡ് ഇൻ വേർണർ കോർഡിനേഷൻ തിയറി. അതായത് ഒരു 3-4 കോമ്പൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. COCl3 6NH3, COCl3 5NH3, COCl3 4NH3, COCl3 3NH3. അപ്പോൾ വേർണർ കോർഡിനേഷൻ തിയറി വെച്ചിട്ട് നമുക്കറിയാം കൊബാൾട്ടിന്റെ സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത് 6 ആണ്. അതായത് കൊബാൾട്ട് 6 ലിഗാൻഡുമായിട്ട് എന്തായാലും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഈ അമോണിയ എന്ന് പറയുന്ന ഒരു ന്യൂട്രൽ ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ അതിനൊരിക്കലും ഒരു കൗണ്ടർ അയോൺ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല.
ക്ലോറിൻ മാത്രമേ കൗണ്ടർ അയോൺ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അമോണിയ എപ്പോഴും കോർഡിനേഷൻ സ്ഫിയറിന്റെ അകത്ത് തന്നെ ഉണ്ടാവും. പിന്നെ കൊബാൾട്ടിന്റെ കേസിലാണെങ്കിൽ 6 സെക്കൻഡറി വാലൻസി ഉണ്ട്. അത് സാറ്റിസ്ഫൈ എന്തായാലും ചെയ്യണം ഓരോ കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് COCl3 6NH3 നമ്മൾ ചെയ്യുമ്പോൾ 6 അമോണിയ ലിഗാൻഡും കോർഡിനേഷൻ സ്ഫിയറിന്റെ അകത്തായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എത്ര അയോൺസ് കിട്ടും? ഓവറോൾ കോംപ്ലക്സിന്റെ ചാർജ് +3 ആയിരിക്കും. പിന്നെ 3 ക്ലോറൈഡ് അയോൺസും ഉണ്ടാവും. ഓരോ ക്ലോറൈഡ് അയോൺസിന്റെ ചാർജ് എന്ന് പറയുന്നതും -1 ആയിരിക്കും. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് അയോൺസ് ഫസ്റ്റ് കേസിൽ 4 ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് COCl3 5NH3. അപ്പൊ 5NH3 അയോൺസ് കോർഡിനേഷൻ സ്ഫിയറിന്റെ അകത്ത് ഉണ്ടാവും. പിന്നെ ഒരു ക്ലോറിൻ അയോണും കോർഡിനേഷൻ സ്ഫിയറിന്റെ അകത്തുണ്ടാവും. അപ്പൊ ടോട്ടൽ കോംപ്ലക്സിന് ഒരു +2 ചാർജ് ഉണ്ടാവും. ആ +2 ചാർജ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൗണ്ടർ അയോൺ ആയിട്ടുള്ള 2 ക്ലോറൈഡ് അയോൺസ് ആണ്. അപ്പൊ നമുക്ക് അവിടെ എത്ര അയോൺസ് കാണാൻ പറ്റും? 1 + 2, അപ്പൊ 3 അയോൺസ് ആണ് അവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ COCl3 4NH3ന്റെ കേസിൽ 4 അമോണിയം ലിഗാൻഡും സ്ഫിയറിന്റെ അകത്തുണ്ടാവും. പിന്നെ 2 ക്ലോറൈഡ് അയോണും സ്ഫിയറിന്റെ അകത്തുണ്ടാവും. കാരണം കൊബാൾട്ടിന്റെ സെക്കൻഡറി വാലൻസി അക്കോർഡിംഗ് ടു വേർണർ 6 ആണ്. അപ്പൊ അത് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ലിക്വിഡിൽ ഇടുമ്പോൾ 2 അയോൺസ് ആണ് കിട്ടുക. ഓവറോൾ ആ കോംപ്ലക്സിന്റെ ഒരു അയോണും പിന്നെ ക്ലോറിന്റെ ഒരു അയോണും. പിന്നെ ഫോർത്ത് കേസ് COCl3 3NH3. അങ്ങനെ ചെയ്യുമ്പോൾ 6 സെക്കൻഡറി വാലൻസി ഓഫ് കൊബാൾട്ട് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ 3 അമോണിയ ലിഗാൻഡും സ്ഫിയറിന്റെ അകത്തുണ്ടാവും. പിന്നെ 3 ക്ലോറൈഡ് അയോൺസും ഉണ്ടാവും. അപ്പൊ പുറത്തൊരു ലിഗാൻഡും ഉണ്ടാവില്ല. അപ്പൊ ആ കോമ്പൗണ്ട് മാത്രമേ നമ്മൾ ലിക്വിഡ് ചെയ്യുമ്പോൾ ഉണ്ടാവും. അതൊരിക്കലും ഡിസോസിയേഷൻ നടക്കില്ല. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് ചാർജസ്, അതായത് ഒരു കോമ്പൗണ്ടിൽ നമ്മൾ അയോൺസിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റി കൂടും. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ളത് ഇൻക്രീസിങ് ഓർഡർ, ഏറ്റവും കുറവിൽ നിന്നും കൂടുതലിലേക്ക് ഇൻക്രീസിങ് കോമ്പൗണ്ട് അറേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എക്ക് ആയിരിക്കും ഏറ്റവും കുറവ്, ഡിക്ക് ആയിരിക്കും ഏറ്റവും കുറവുണ്ടാവുക. D, C, D, A ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 3 അല്ല, ഓപ്ഷൻ 2 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഏറ്റവും കൂടുതൽ കണ്ടക്ടിവിറ്റി ഉണ്ടാവുക ഡിക്കാണ്, ഏറ്റവും കുറവ് കണ്ടക്ടിവിറ്റി ഉണ്ടാവുക ഡിക്കാണ്. ഇൻക്രീസിങ് ഓർഡറിലെ ചോദിച്ചത് ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് ചോദിച്ചത്. അപ്പൊ ഡിക്കാണ് ഏറ്റവും കുറവ് കണ്ടക്ടിവിറ്റി ഉണ്ടാവുക. പിന്നെ C, പിന്നെ B, പിന്നെ A. അതാണ് ഇവിടുത്തെ കറക്റ്റ് ഓർഡർ. ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ അത്രയാണ് സെഷൻ 5ലുള്ള ക്വസ്റ്റ്യൻസ്. താങ്ക് യു.